നമുക്ക് സംരക്ഷണവും നീതിയും കിട്ടേണ്ടടുത്ത് നിന്ന് തന്നെ അത് നിഷേധിക്കപ്പെട്ടാലോ? നിഷേധിക്കപ്പെട്ടത് പോട്ടെ, സംരക്ഷണം കിട്ടേണ്ടടുത്ത് നിന്ന് തന്നെ ഒരു ഗർഭിണിയായിട്ടുള്ള യുവതിക്ക് അപമാനവും മർദ്ദനവും ഏൽക്കേണ്ടി വന്ന സംഭവത്തെ കുറിച്ച് എന്താണ് പറയുക? സംഭവം എന്താണെന്നല്ലേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായിട്ടുള്ള യുവതിയെ പോലീസ് മർദ്ദിച്ചതാണ് സംഭവം. സംഭവ സമയം യുവതി ഏകദേശം 3 മാസം ഗർഭിണിയായിരുന്നു. എന്നാൽ ഇത് ഇപ്പൊ നടന്ന സംഭവമല്ല കേട്ടോ, മറിച്ച് 2024 ജൂൺ 20 സംഭവം നടന്നത്. അപ്പൊ പിന്നെ ഇപ്പൊ എന്താണ് ഈ വിഷയം വിവാദമായത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഏറെ കാലം മറഞ്ഞു കിടന്ന ഈ വിഷയം പിന്നീട് പുറത്തു വന്ന CCTV ദൃശ്യം മൂലം വീണ്ടും ശക്തമായി പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയതാണ്. ശരിക്കും അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് യുവതിയുടെ ഭർത്താവായിട്ടുള്ള ബെഞ്ചോ മാധ്യമങ്ങളോട് വിവരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ശരിക്കും എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? അത് ഇവിടെ നമ്മുടെ ലോഡ്ജിന്റെ തൊട്ട് മുന്നിലുള്ള ഒരു സ്ഥാപനത്തില് രാത്രിയിൽ ഒരു 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. നമുക്ക് എന്താ കാര്യം അറിയില്ല. അപ്പൊ ഞാൻ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ വൈഫ് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്ന് നോക്കുന്നത്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവര് 2 പേര് അലമുറയിട്ട് കഴിയും. അപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ അടുത്തുള്ള ആൾക്കാർ 2 പേരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് ചോദിക്കല്ലോ. പോലീസുകാരോട് ഞാൻ അത്രമാത്രം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാനും എന്റെ വൈഫ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് അവര് ഇതിൽ ഇടപെടരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ റോട്ടിലേക്ക് മാറിയുന്ന റോട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ ആ വീഡിയോ പിടിക്കുന്നത്. ഇത് അവർക്ക് എന്തോ ഈഗോ അടിച്ചു തോന്നുന്നു ഞാൻ ഈ ചെയ്തത്. അത് പ്രകാരം ഇവര് പിറ്റത്തെ ദിവസം വന്നിട്ട് പറയുന്നത് ഇതില് നിങ്ങൾ 3-ാം പ്രതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 50 മീറ്റർ ഉള്ളൂ. അപ്പോൾ എന്നെ എപ്പോഴാണെങ്കിലും അവർക്ക് അസസ് ചെയ്ത് കിട്ടാവുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ അടുത്തുള്ള ആളാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളതിനെ ഇവിടെ വന്നിട്ട് ഇവര് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ പറഞ്ഞു നോക്കി. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ചെക്കപ്പിന് വേണ്ടി ഞങ്ങൾ 2 മാസം പാട് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാലൊന്നും അത് കേൾക്കുന്നില്ല. അവിടെ നിന്ന് അവിടെ ഇവിടെ ക്രൂരമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഈ വിഷയങ്ങളുണ്ടായിട്ടും അവര് നമ്മളതിനെ ആദ്യം അനുനയിപ്പിച്ച് സംസാരിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തി. പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് നേരെ 5 ദിവസം എന്നെ റിമാൻഡ് ചെയ്തു. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ പോയിട്ട് 5 ദിവസം ജയിലിൽ കിടന്നു. അന്ന് പോലീസ് പറഞ്ഞതനുസരിച്ചാണ്, നമ്മൾ ആദ്യം പറയാതെ പോലീസ് പറഞ്ഞതനുസരിച്ചാണ് കുറ്റം നമ്മുടെ മേലായിരുന്നു വന്നിരുന്നത്. അന്ന് എന്ത് ശരിക്കും ചേച്ചിനെ അവർ കൃത്യമായിട്ട് അടിക്കുകയാണ് ചെയ്തത്. ആ CCTV ഞാൻ കുഞ്ഞുങ്ങളായിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഹസ്ബൻഡിനെ മർദ്ദിക്കുന്ന കണ്ടുകൊണ്ട് അപ്പൊ ഞാൻ വിഷമിച്ചു പോയി. ഉപദ്രവിക്കരുത്, എനിക്കും മക്കൾക്ക് ഇവിടെ വേറെ ആരുമില്ല, ഈ 2 കുഞ്ഞുങ്ങളെയും വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പ്രഗ്നന്റും കൂടിയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഈ നെഞ്ചത്ത് പിടിച്ച് തന്നെ ഒരൊറ്റ തള്ളുന്നുണ്ട്. തള്ളിയിട്ട് ഞാൻ അപ്പൊ ആളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുന്നതാണ് എന്നെ അടിക്കുന്നത്. സർക്കാർ തലത്തിൽ നടപടിക്കാണോ ആവശ്യം? തീർച്ചയായിട്ടും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും എല്ലാ കമ്മീഷന്മാർക്കും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും നമുക്കൊരു തൃപ്തിയായിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്നാണ് ഞങ്ങൾക്കൊരു ന്യായം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ ആർക്കൊക്കെ പരാതി കൊടുക്കണം അവർക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും പരാതി കൊടുക്കുന്നത് ഇവർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കുന്ന CCTV ദൃശ്യം കിട്ടിയതിന് ശേഷം അല്ല, അതിന് മുമ്പ് ഞങ്ങൾ ഈ സംഭവം നടന്നിട്ട് 2-ാമത്തെ ദിവസം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളൂ. റെസ്പോണ്ട് ഒരാളുടെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈ നോർമൽ കുത്തുകൾ നോട്ടീസ് വീട്ടിലേക്ക് അയക്കുന്നു, ഇത് തരാൻ പറ്റില്ല, അത് അങ്ങനെയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ വടക്കിരിച്ചോണ്ടിരിക്കുന്നു. പക്ഷേ നേരായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ കോടതിയിൽ ഞങ്ങൾ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് കോടതിയിൽ ഞങ്ങൾക്ക് CCTV ദൃശ്യം കിട്ടിയതിന് ശേഷം പരാതി കൊടുത്തോ? ഇല്ല, അതിനുശേഷം കൊടുത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി ഞങ്ങൾക്ക് പുള്ളിയുടെ പേരിൽ ഒരു പ്രൈവറ്റ് അന്യായം കൊടുത്തിട്ടുണ്ട്. കൊടുക്കുന്നുണ്ടോ? CCTV ദൃശ്യം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അതിന്റെ എല്ലാവിധ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന നിയമവശങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ അനുഭവിച്ച മാനസികാവസ്ഥ അത്രത്തോളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലേറ്റ മുറിവ് മാറണമെങ്കിൽ ഇതിനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യണം. അത്രയും മാനസികാവസ്ഥയോടെ ഞങ്ങൾ കടന്നുപോയി ഇത്രയും നാളും. ഇതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും സമൂഹത്തിന് മുമ്പിലൊക്കെ ഞങ്ങളാണ് ഭയങ്കര തെറ്റുകാരെ പോലെ നിന്നുകൊണ്ടിരുന്നത്. കാരണം എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ ആ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞൊക്കെ വരുത്തി വെച്ചു. അപ്പോൾ എനിക്ക് കേസ് ഇട്ട് വെച്ചതും അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരാൾ അനുഭവിക്കുന്ന വേദന അയാൾക്ക് അനുഭവിക്കണം. അത്രത്തോളം എനിക്ക് പറയാനുണ്ട്. കേട്ടല്ലോ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. ഇവിടെ ബെഞ്ചോ എന്ന് പറയുന്ന ഈ സംസാരിച്ച വ്യക്തിയെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ്. തന്റെ തൊട്ടു മുന്നിലുള്ള ലോഡ്ജിലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചതാണ് ബെഞ്ചോ. നമ്മളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുന്നത് സ്വാഭാവികമല്ലേ? അങ്ങനെ ചോദിച്ചതാണ് ബെഞ്ചോ. പക്ഷെ ബെഞ്ചോ പോലീസുകാരോട് തിരക്കുന്ന അതേ സമയത്ത് തന്നെ ബെഞ്ചോയുടെ ഭാര്യ വയലിൽ നിന്നും മാറി പോലീസുകാരി ഈ ലോഡ്ജിൽ നിന്നുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. അത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാകണം ബെഞ്ചോയെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതും ഈ കേസിൽ 3-ാം പ്രതിയായിട്ടാണ് ബെഞ്ചോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരു പോലീസുകാരന്റെ ഈഗോ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. പക്ഷെ എന്റെ ചോദ്യം അതല്ല. വെറും ഈഗോയുടെ പേരിൽ ഒരാളെ പിടിച്ച് 3-ാം പ്രതി ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറച്ച് ഓവറല്ലേ? വൈരാഗ്യം തീർക്കാൻ വേണ്ടി പോലീസുകാർ ഒരാളുടെ ജീവിതമാണ് നശിപ്പിക്കാൻ നോക്കിയത്. ഇതെന്താ കളി തമാശയാണെന്നാണ് ഇവരുടെ വിചാരം. ഇവിടെ ബെഞ്ചോയും ഭാര്യയും ഡോക്ടറെ കാണാൻ പോകുന്ന വേളയിലാണ് പോലീസ് അവരെ
പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അന്നേരം ബെഞ്ചോയും ഭാര്യയും അവരുടെ കരഞ്ഞു പറയുന്നുണ്ട് 2 മാസം വെയിറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് കിട്ടിയ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ആണ്, അതിനാൽ ഭാര്യ ഡോക്ടറെ കാണിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാം എന്നൊക്കെ. എന്നിട്ടും പോലീസുകാർ അത് കേട്ടില്ല. ആര് കേൾക്കാൻ അല്ലെ? പോലീസുകാർക്ക് ഒരു വേഗം പിടിച്ചു കൊണ്ടുപോയി മാസ് കാണിക്കണം. ഇതൊക്കെ കേട്ടതൊന്നും ബെഞ്ച് എന്തോ പിടികിട്ട പുള്ളിയാണെന്ന്. അതും പോരാഞ്ഞിട്ട് 5 ദിവസമാണ് അയാളെ ജയിലിലിട്ടത്. ഒരാളെ കള്ളക്കേസിൽ കുടുക്കിയതും പോരാഞ്ഞിട്ട് 5 ദിവസമൊക്കെ ജയിലിലിടാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ തെറ്റ് തന്നെയാണ്. ഇതിന് കൂട്ടുനിന്ന പോലീസ് സ്റ്റേഷനിൽ എല്ലാ പോലീസുകാർക്കും തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും ഈ സംഭവത്തിന് ശേഷം ബെഞ്ചോ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും തുടങ്ങി എല്ലാ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് മാത്രമാണ് നീതി കിട്ടിയത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്നേ ദിവസം, അതായത് ബെഞ്ചോയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന അന്നേ ദിവസത്തെ CCTV ദൃശ്യം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിലാണ് നിർണായകമായ CCTV ദൃശ്യം ഹൈക്കോടതിക്ക് ലഭിക്കുന്നത്. ആ ദൃശ്യമാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ന്യൂസ് ചാനലുകളിലും മറ്റും ചർച്ചയായി മാറിയത്. അങ്ങനെയാണ് 2024 നടന്ന ഈ സംഭവം ഇപ്പൊ വൈറലായി മാറിയത്. ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് അല്ലെ? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് അവർക്ക് എത്ര വാതിലുകൾ മുട്ടിയാലാണ് നീതി ലഭിക്കുക അല്ലെ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇതുപോലെ എത്ര ആളുകൾ പോലീസുകാരുടെ ഈഗോ കാരണം കള്ളക്കേസിൽ കുടുങ്ങിക്കാണും. എല്ലാ പോലീസുകാരും ഇതുപോലെ മോശക്കാരാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതുപോലത്തെ 1-2 മതി എല്ലാ പോലീസുകാരും അപമാനിക്കപ്പെടാൻ. ഇനി ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അന്ന് എന്താണ് ശരിക്കും പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചതെന്ന് കാണണ്ടേ? അതിനുവേണ്ടി ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന CCTV ദൃശ്യത്തിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ജനമൈത്രി പോലീസിന്റെ മുഖം നന്നായി വ്യക്തമാകുന്ന ഒരു ദൃശ്യം കൂടി പുറത്തു വരികയാണ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണ്. 2024 നടന്ന സംഭവമാണ്. പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് അന്നത്തെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ SHO ആയ പ്രതാപചന്ദ്രനാണ് ഒരു സ്ത്രീയുടെ മുഖത്തടിക്കുന്നത് കാണുന്നത്. കണ്ടല്ലേ, ഇതാണ് ഇപ്പൊ നിലവിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന CCTV ദൃശ്യം. ഇവിടെ ഒരു പോലീസുകാരൻ ഒരു സ്ത്രീയുടെ മുഖത്തടിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് അല്ലെ? ഈ അടി കൊണ്ട ആള് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കാണിച്ച ബെഞ്ചോയുടെ ഭാര്യയായിട്ടുള്ള ഗർഭിണിയായിട്ടുള്ള യുവതിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയത് ചോദ്യം ചെയ്ത ഭാര്യയെ ഒരു പോലീസുകാരൻ മുഖത്തടിച്ച് തള്ളി മാറ്റുന്നതാണ് ഈ CCTV ദൃശ്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പോലീസുകാരൻ ഒരു SHO ആണ്, പ്രതാപചന്ദ്രൻ എന്നാണ് പേര്. ഈ പ്രതാപചന്ദ്രനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നാണമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇവിടുത്തെ ഓരോ പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ? ഒരു ഗർഭിണിയായിട്ടുള്ള യുവതിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഗൗരവമായിട്ടുള്ള നിയമലംഘനമാണ് എന്നുള്ളത് ഞാൻ ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അധികാരത്തിന്റെ ദുരുപയോഗം തന്നെയാണ്. പ്രതാപചന്ദ്രൻ, അതാണല്ലോ ആ പോലീസുകാരന്റെ പേരിൽ മാത്രമേ പ്രതാപമുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തിന് ശേഷം ഈ പ്രതാപചന്ദ്രൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ചെയ്ത തെറ്റ് ഏറ്റു പറയാതെ ഇയാൾ വീണ്ടും സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഈ ഗർഭിണി അടിച്ച പോലീസുകാരനായിട്ടുള്ള പ്രതാപചന്ദ്രന്റെ വാദം എന്താണെന്ന് വെച്ചാൽ ബെഞ്ചോയുടെ ഭാര്യയാണ് ആദ്യം ആക്രമണം നടത്തിയത്, അതിനെതിരെ ഞാൻ പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത് എന്നൊക്കെയാണ്. എന്തായാലും SHO പ്രതാപചന്ദ്രന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം. ബെന്നെന്ന് പറഞ്ഞ ആള് 2-3 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഓൾറെഡി ഒരു സ്ത്രീ ആക്രമിച്ച കേസിലും പ്രതിയാണ്. ഞങ്ങളുടെ ഒരു റോബറി കേസിലെ 2 പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയും അതിന് പോലീസിനെ അവരെ ആക്രമിക്കാനും അല്ലെങ്കിൽ പോലീസിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ കേസിൽ 2 പ്രതികളെ അന്ന് രാത്രി രക്ഷപ്പെടാൻ സഹായിച്ച കേസിൽ പ്രതിയാണ്. ആ കേസിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ബെഞ്ചോ എന്ന് പറഞ്ഞ ഈ ലേഡിയുടെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിൽ വന്നത്. വന്ന സമയത്ത് അവരെ വീട്ടിലെല്ലാം അവർക്കറിയാം. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന ആളാണ്. കൊണ്ടുവന്നിട്ട് ആ സമയത്ത് വേറെ പ്രശ്നമില്ല, കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം വന്നെ അത് പ്ലാൻ ചെയ്ത പോലെ അവർ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ തള്ളിക്കയറി വരും. ഡോറ് ചവിട്ടി തുറന്ന് കയറി അകത്ത് വന്ന് ആ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടുകിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങൾ എറിഞ്ഞു പോലും ഞാൻ ചാവുമെന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി. എൻ്റെ വനിതാ പോലീസുകാർക്ക് ഒരു വനിതാ പോലീസാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് തീരെ വയ്യാത്ത അവസ്ഥയിലാണ്. അതൊക്കെ വിഷയമുണ്ട്. ആ വനിതാ പോലീസുകാരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റേഷനിൽ അതിക്രമം കയറാൻ വേണ്ടി വന്നു. അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തില്ലായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് ആ കുഞ്ഞുങ്ങൾ എറിഞ്ഞു തറയിട്ടന. ആ പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവർക്കൊരു പരിധി ഉണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി. ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും അതിക്രമിച്ച കാര്യം വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ 2 പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി. തള്ളി ആ നെഞ്ചിൽ തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം, ആ ഒരു ആക്ഷൻ ഉണ്ടായത്. ഇത് ഒരിക്കലും ഞങ്ങൾ ആരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സഡൻ പ്രൊവക്കേഷനിൽ അവർ ഇത്രയും വന്ന് വയലന്റ് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. പോലീസ് പ്രതികളെ കൊണ്ടുവന്നത് സാധാരണ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സാധാരണ പതിവുള്ള കാര്യമാണ്. ഒരു ഇതുമില്ലാതെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് അവരെ ജീവന ഒരു മര്യാദ ഒരു അല്പം പോലും അവർക്ക് കെയർ കൊടുക്കാതെ എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചെങ്കിൽ അവസാനിച്ചേക്കാം. ആ കുട്ടി ആ സമയത്ത് സമയബോധമായിട്ട് ഞങ്ങൾ വനിതാ പോലീസിനെ ഞാൻ എത്രയും മാത്രം ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തിക്കിലും തിരക്കിലും പെടുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ തറവിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവനേക്കാൾ ഭീകരമായി പോകണം. നോർത്ത് പോലുള്ള സ്റ്റേഷനിൽ ഇത്രയും സെൻസിറ്റീവായ സ്റ്റേഷനിൽ ഈ 2 പ്രതികളെ മനഃപൂർവ്വം രാത്രി ഈ പറഞ്ഞ ഈ ലേഡിയുടെ ഹസ്ബൻഡ് നല്ല മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ബാറിൽ നിന്ന് ഇറങ്ങിയ ഒരു ആൾക്കാർ, ബാറാണ് എൻ്റെ ഫ്രണ്ടിൽ, ഇവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ ബാറാണ്, ഒരു റൂംസ് വാടക ബിസിനസ് അവർക്ക്. അതിന്റെ ഫ്രണ്ടിൽ ബാറാണ്. ബാറിൽ നിന്ന് മദ്യവെച്ച് നിൽക്കുന്ന ഒരു ആൾക്കാരെല്ലാം ചേർന്നിട്ട് ആ 2 പോലീസുകാരുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഈ പിടിച്ചു കയറ്റിയ പ്രതികളെ അവരെല്ലാം ചേർന്ന് ഇറക്കുകയാണ് ചെയ്തത്. അതിലേക്കാണ് ആ കേസെടുത്തത്.
കേസെടുത്ത് 3 ദിവസത്തോളം ഇയാൾ ഒളിവിലായതിനു ശേഷം വന്നപ്പോഴാണ് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇവര് പിന്നെ എന്നിട്ട് എന്താ ഒരു കഥ അല്ലേ? ആ പുറത്ത് വന്ന് CCTV ദൃശ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ഒരു പക്ഷെ ഞാൻ ഇയാളുടെ കഥ വിശ്വസിച്ചു പോയേനെ. വല്ല സിനിമാ കഥ അങ്ങനെ എഴുതാൻ പോയിക്കൂടെ? പറഞ്ഞേ കേട്ടില്ലേ, ഈ പറയുന്ന ബെഞ്ചോയുടെ ഗർഭിണിയായിട്ടുള്ള ഭാര്യ യൂട്രസ് റിമൂവ് ചെയ്ത ഒരു വനിതാ കോൺസ്റ്റബിളിനെ കയറി മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നും ആ മർദ്ദനം കോൺസ്റ്റബിളിന് നേരിടാൻ കഴിയാത്തത് കൊണ്ട് താൻ അവരെ ഹെൽപ്പ് ചെയ്തതാണ് എന്നൊക്കെയാണ് ഇവിടെ പ്രതാപചന്ദ്രൻ അടിച്ചുവിടുന്നത്. അതുപോലെ തന്നെ അവർ ഗർഭിണിയായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു എന്നും പ്രതാപചന്ദ്രൻ തട്ടിവിടുന്നുണ്ട്. ഇവിടെ ആ യുവതി ഗർഭിണിയാണെങ്കിലും അല്ലെങ്കിലും നിരപരാധിയായിട്ടുള്ള ഒരാൾ അടിക്കാനുള്ള അവകാശം പോലീസിനുണ്ടോ? അവർ ഗർഭിണി അല്ലായിരുന്നെങ്കിൽ താങ്കൾ ചെയ്തത് ശരിയാകുമോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. പിന്നെ ഇവിടെ സ്ത്രീയെ കയറി തല്ലാനുള്ള നിയമം എന്താണെന്നുള്ളത് ഞാനൊരു പോലീസുകാരനായിട്ട് താങ്കൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വല്ലാണ്ടെങ്കിൽ ന്യായീകരിച്ച് മേയ്ക്കേണ്ട സാറേ. എന്തായാലും ഈ സംഭവത്തോടു കൂടി പ്രതാപചന്ദ്രനെ സസ്പെൻഷൻ അടിച്ച് കൈ കിട്ടി കേട്ടോ. ഈ CCTV ദൃശ്യം പുറത്തു വന്നതോടെ ADGPയുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ അടിച്ചു കൊടുക്കായിരുന്നു. എന്തായാലും അതെങ്കിലും ചെയ്തല്ലോ, നല്ല കാര്യം. ഇവിടെ ഈ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന പോലീസുകാരന് സസ്പെൻഷൻ അടിച്ചു കൊടുത്തത് കൊണ്ടൊന്നും മാത്രം കാര്യമില്ല. ഭാവിയിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വവും സുതാര്യവും ഉറപ്പിക്കാനും നിയമവ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. തന്റെ കയ്യിലാണ് ഈ ഭൂമി എന്ന് ചിന്തിക്കുന്ന ഇഷ്ടംപോലെ പോലീസുകാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കെല്ലാം ഇതൊരു ചെറിയ താക്കീതാവട്ടെ. എന്തായാലും ഈ പോലീസുകാരന്റെ സസ്പെൻഷന്റെ വാർത്ത അറിഞ്ഞ് ബെഞ്ചോയുടെ പ്രതികരണം കൂടി കേട്ട ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മർദ്ദനമേറ്റ സ്ത്രീയുടെ ഭർത്താവ് ബെഞ്ചോ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ബെഞ്ചോ, നടപടി ഉണ്ടായിരിക്കുന്നു, ആ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. ആ വാർത്തയാണ് ഇപ്പോൾ 24 ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഏതാണ്ട് 8 മണിക്ക് വെഞ്ചോയും ഭാര്യയും ഇതുമായി ബന്ധപ്പെട്ട് 24 വന്നിരുന്നു. ആ സമയത്ത് DGP ഈ കാര്യങ്ങളിൽ ഇടപെടും, നടപടി ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും എന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ നടപടി ഉണ്ടാകുന്നു, പക്ഷേ ഒരുപാട് നാൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോഴത്തെ സസ്പെൻഷനെ കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത്? നമുക്കിപ്പോ സന്തോഷം സമാധാനം തോന്നുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സത്യത്തിന് എത്ര മൂടി വെച്ചാലും അത് പുറത്തേക്ക് വരും. അതായത് നമ്മൾ അതിന്റെ മുകളിലേക്ക് എന്തോരം മണ്ണിട്ട് വെച്ചാലും അത് സമയമാകുമ്പോൾ പുറത്തേക്ക് വരും. അതില് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും മുഖ്യമന്ത്രിക്കും നമുക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അഡ്വക്കേറ്റിനും അതേപോലെ നമുക്ക് ഇതിന് വിധി വന്ന VG അരുൺ സാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച മാധ്യമങ്ങൾക്കും നന്ദി പറയുന്നു. ഇതില് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ അവരൊരു പ്രതികരണം പറഞ്ഞതായി കേട്ടു. അതായത് പുള്ളി അത് ചെയ്തതിന് ന്യായീകരിച്ചിട്ട് പറയുന്നായിരുന്നു. അത് ഒരു സാധാരണ ചോറുണ്ടാണ് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ എന്റെ ഭാര്യ ആ സ്ഥലത്തേക്ക് ചെന്നത് സ്റ്റേഷനിലേക്ക് 2 AK-47 കയ്യിൽ പിടിച്ചിട്ട് പോയിട്ട് വരാണെങ്കിൽ അവർ പറയുന്നതിന് ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. എന്റെ 2 കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടാണ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ബെഞ്ച് പറഞ്ഞ പോലെ തന്നെ സത്യം എത്ര മൂടിയാലും അതൊരു സമയം മറന്നീക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ബെഞ്ചോയുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത്. വൈകിയാണെങ്കിലും ഇവിടെ ബെഞ്ചോക്കും കുടുംബത്തിന് നീതി കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 2024 നടന്ന സംഭവം 2025 അവർക്ക് നീതി കിട്ടുന്നത്. 1 വർഷം വൈകിയാണ് നീതി ലഭിച്ചത്. പക്ഷെ ഇങ്ങനെയൊക്കെ അവർക്ക് നീതി ലഭിച്ചെങ്കിൽ കൂടിയും അവർക്കുണ്ടായ ആ മോശം അവസ്ഥ, പല ആളുകളും അവരാണ് തെറ്റുകാരെന്ന് മുദ്ര കുത്തിയപ്പോൾ ആ കുടുംബത്തിനുണ്ടായ അപമാനം, വിഷമം അതിനൊന്നും പകരം വെക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, നീണ്ട 1 വർഷമാണ് ഇവർക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വന്നത്. ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഇവർക്ക് ഓടി നടക്കേണ്ടി വന്നത്. എന്തായാലും ഇപ്പോഴെങ്കിലും നീതി കിട്ടിയ തന്നെ ഭാഗ്യം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.